ഹലോ എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ബാക്കിയൊന്ന് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ പ്രോൺസ് കൊണ്ട് ഒരു നല്ലൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾക്ക് ആദ്യം ചെമ്മീൻ മസാല ആക്കി വെക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മുടെ ചെമ്മീൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാല എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഇതുണ്ടാക്കുമ്പോഴാണ് മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് കോലിൽ കുത്തിയ ചെമ്മീൻ വേണം. അപ്പോൾ പിന്നെ കോലിൽ കുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കോല് ചെറുതായിരുന്നു, മറ്റേ കോലാണെന്നെങ്കിൽ കാണാനുമില്ല. അപ്പോൾ പിന്നെ ഉള്ള കോലിൽ പിന്നെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആ നടുവിലുള്ള ആ നാരൊക്കെ കളഞ്ഞിട്ട് വേണം ചെമ്മീൻ എടുക്കാൻ. ചെമ്മീനിൽ നമ്മൾ കഴിക്കുമ്പോൾ വയറുവേദന അങ്ങനെയൊക്കെ വരാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള നാരൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു നാരെടുക്കാൻ പറ്റും. ടൂത്ത് പിക്കിലായിരുന്നു കേട്ടോ ഞാനിതുപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ ടൂത്ത് പിക്കിൻ്റെ 2 സൈഡും ഓരോന്നിങ്ങനെ കുത്തിയപ്പോൾ ഈ ഒരു ഷേപ്പ് വന്നു. അപ്പോൾ അത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല, കുറച്ചെണ്ണം മാത്രം അങ്ങനെ ആക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ പൊരിക്കുന്നതിൽ പിന്നെ കൂടുതൽ പറയാനല്ലേ. നമ്മൾക്കിതിപ്പോൾ പൊരിച്ചെടുത്തതിന് ശേഷം 2 സൈഡും ഒന്ന് നല്ല ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലൊരു പൊരിഞ്ഞതിന് സമയത്തല്ലേ ആ ഒരു നല്ല ടേസ്റ്റായിരുന്നു കെച്ചപ്പൊക്കെ ഇട്ട്. അപ്പോൾ ചെറിയൊരു സ്വീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ അവർ കുറേ ദിവസമായിട്ട് പറയുകയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. ഇതെൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ അധികം ആൾക്കും എൻ്റെ ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെയാണ്. ഞാൻ ആരോടും ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഇതുവരെ ഷെയർ ചെയ്തിട്ടുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈയും കൂടി കിട്ടപ്പോൾ ഇല്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കെച്ചപ്പ് ഇതായി ഇതിലേക്ക് എല്ലാ ഭാഗത്തും കുറച്ചിട്ടോ, വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് ഇതാ നമ്മൾ എടുക്കുന്ന ആ സമയത്ത് മല്ലിയിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം എടുക്കണം. അപ്പോഴല്ലേ ആ മല്ലിയിലേൻ്റെ ഫ്ലേവർ ഈ ഒരു ചെമ്മീനിലേക്ക് നല്ലോണം പിടിക്കും. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡിയായി. പിന്നെ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി. ഈ ഫ്രൈഡ് റൈസും ഈ ചെമ്മീനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും ചെമ്മീൻ ഇട്ട് ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയ റൈസ് ആണെങ്കിൽ അത് ഒന്നും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പിയൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ പിന്നെ അത് കേടുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മക്കൾക്കും ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയല്ല, എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാ ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം പാനിലോട്ട് ഞാനിതിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, എന്നാൽ ഒരു ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എന്ന് വെച്ചാൽ നല്ല ഫ്ലെയിം കുറക്കണം, കാരണം ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ ഈ ഒരു ബ്രെഡ് പൊടിയൊക്കെ നമുക്ക് വേറെ ഒരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് ഞാനിതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് കാരമൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് കാരമൽ ചെയ്യാം.
ഞാനല്ലെങ്കിലില്ലേ കാരമൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഇളക്കാതെയാണ് കാരമൽ ചെയ്യുന്നത്. കാരണം അതെല്ലാം സ്പൂണിലെല്ലാം ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാൻ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ധൈര്യമായിട്ട് ഇളക്കാം കേട്ടോ. കാരണം നമ്മളിതാ ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതെല്ലാം അലിഞ്ഞ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് 1 കപ്പ് പാലാണ് കേട്ടോ. 1 കപ്പ് പാലും ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാരമലെല്ലാം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കാരമലാക്കുമ്പോൾ കുറച്ച് കൂടെ കളറായിട്ട് കിട്ടിയാലും നമ്മുടെ സ്നാക്ക് നല്ലൊരു കളറായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു പാലിങ്ങനെ തിളപ്പിക്കുമ്പോൾ അതൊന്ന് തിളച്ച് കുറുകി ഒന്ന് പകുതി ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടുണ്ടാൽ നമ്മുടെ ഈ ഒരു റെസിപ്പി ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാലും പാൽപ്പൊടിയും മിക്സായ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് കുറുകി വറ്റി വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തത്. നമ്മൾ ഇത് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതുപോലെ നെയ്യ് ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി നമ്മളിതൊന്ന് വറ്റിച്ച് ആ പാനിൽ വിട്ട് വരുന്ന സമയം വരെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബദാമിൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബർഫീൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബർഫി എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ലെവലാക്കി എടുക്കാം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ മതി. നമ്മളിത് ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബർഫിയെന്നും പേടാന്നും എന്തുവാണെങ്കിൽ നമുക്ക് പറയാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് നമുക്ക് ഈസിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബ്രെഡ് കൊണ്ട് പല തരത്തിലുള്ള റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക്. ബ്രെഡ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം യമ്മിയും ടേസ്റ്റിയും സ്പൈസിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇനി അടുത്ത കിടിലം വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.